ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കേ നമ്മുടെ കയ്യിൽ റവ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി കണ്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള നട്ട്സും കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഈ നട്ട്സും മുന്തിരിയൊക്കെ ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 1.5 സ്പൂൺ എള്ള് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ എള്ള് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ പഞ്ചസാര നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയോ കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ആ പഞ്ചസാരയും ആ തേങ്ങയും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഈ സ്നാക്സിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡി ആവും കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ആ ഒരു സെയിം പാനിലേക്ക് തന്നെ ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1.5 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു നല്ല കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കുക. ഇതിങ്ങനെ തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് 1.5 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ആ റവ കുറേശ്ശായിട്ട് ഈ വെള്ളത്തിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. നമ്മളിതൊക്കെ ചെയ്യുമ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിച്ച് പോകും. അതുപോലെ നമ്മളിത് സ്പീഡിൽ ചെയ്തിട്ടില്ലെങ്കിലും ഇതെല്ലാം കൂടി കട്ട പിടിച്ച് പോകും. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഇതിൽ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും ഈ റവയൊക്കെ നല്ലതുപോലെ ഒന്ന് കുക്കായി കിട്ടും കേട്ടോ. ഈ റവ എല്ലാ ഭാഗത്തേക്കും ആ വെള്ളം എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം കൂട്ടി വെക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഇത് ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആയി പോവേണ്ട. ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. നമുക്കിതൊരു പാത്രത്തിൽ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കുക. അതല്ലെങ്കിൽ പുഡിംഗ് ട്രേയിൽ സെറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ആ നെയ്യൊക്കെ അതിൽ മുഴുവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ റവയുടെ മിക്സ് ഇല്ലേ, അതിൻ്റെ ഒരു ഹാഫ് ഭാഗം എടുത്തിട്ട് ഈ ഒരു പാത്രത്തിലൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ ഫസ്റ്റ് ലെയറായിട്ട് ഈ പാത്രത്തിൽ അത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ടൊരു തവി വെച്ചിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് ഫസ്റ്റ് ലെയറായിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ അതിൻ്റെ ഫസ്റ്റ് ലെയറായിട്ട് ആ റവയുടെ മിക്സ് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഫില്ലിംഗ് ഇല്ലേ, അത് മുഴുവനായിട്ടും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ വെച്ചിട്ട് അതെല്ലാ ഭാഗത്തേക്കും ഒന്ന് നന്നായിട്ട് ആക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഇതിൻ്റെ സെക്കൻഡ് ലെയറായിട്ട് ആ ഒരു ഫില്ലിംഗ് ഒക്കെ നന്നായിട്ടൊന്ന് വെച്ച് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ള ആ ഒരു റവയുടെ മിക്സ് ഇതുപോലെ ഒരു തവ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടും. അല്ലെങ്കിൽ നമ്മളിത് സ്പൂണൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ അതിങ്ങനെ ആ ഫില്ലിങ്ങും കൂടിയിട്ട് ഇതിങ്ങനെ അടർന്ന് പോരുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു തവ വെച്ചിട്ട് ഞാൻ ഈ ചെയ്യണത് പോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഫില്ലിങ് മുഴുവനായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളിതിങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ടോപ്പിലായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മളിതിങ്ങനെ ചെയ്യുമ്പോൾ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ആ ടോപ്പിലൊക്കെ നല്ലൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നെയ്യ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ വേണ്ട. ഇതിപ്പോൾ ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം 1 മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ആ ചൂടൊക്കെ നന്നായിട്ടൊന്ന് പോണത് വരെ മാത്രം മതി. അതിനുശേഷം ഇതുപോലെ ഒരു പ്ലേറ്റിലേക്കൊന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ പ്ലേറ്റ് നമ്മൾ ആ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലേറ്റ് പതുക്കെ ഒന്ന് എടുത്ത് മാറ്റുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. മക്കളൊക്കെ ഈ സ്നാക്സൊക്കെ ചോദിക്കുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്.
അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും.